ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റിനുണ്ടാകുന്ന രണ്ട് മാറ്റത്തെ പറ്റിയിട്ടാണ്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. ആ ചേഞ്ചസിനൊക്കെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇതുവരെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് സംസാരിക്കാൻ പോകുന്ന രണ്ട് ലക്ഷണം ഞാൻ ഇതുവരെ വീഡിയോസിലൊന്നും പറയാത്ത ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നന്റ് ആകാനായിട്ട് ഒരു സ്ത്രീ പ്രിപ്പയർ ആകുമ്പോഴേക്കും ആ സ്ത്രീയുടെ യൂട്രസും ആ വയറും ഒക്കെ പ്രിപ്പയർ ആകുന്നത് പോലെ തന്നെ പ്രിപ്പയർ ആകുന്ന ഒന്നാണ് നമ്മുടെ ബ്രസ്റ്റും. ഈ ബ്രസ്റ്റ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ തന്നെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറ്റങ്ങൾ ബ്രസ്റ്റിൽ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് പല തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ അവിടെ ഫീൽ ചെയ്യാറുണ്ട്. ഓൾറെഡി നമുക്കുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആദ്യത്തേതെന്ന് പറയുന്നത് ബ്രസ്റ്റിന്റെ സൈസിൽ വ്യത്യാസം വരാം, ബ്രസ്റ്റിലെ നിപ്പിളിന്റെ കളറിൽ വ്യത്യാസം വരാം, ബ്രസ്റ്റിലെ നിപ്പിളൊന്ന് ഇജക്ട് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം, ബ്രസ്റ്റ് തൊടുമ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെടാം. ഇങ്ങനെയുള്ള പല പല ലക്ഷണങ്ങളും നമുക്ക് ഉണ്ടാകാം. എന്നാൽ ഇവിടെ ഞാൻ പറയുന്ന രണ്ട് വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ഭാഗം, അതായത് നമ്മുടെ നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗം നമുക്ക് നോർമലി ഉണ്ടാവുന്ന സൈസിനേക്കാളും കുറേയും കൂടി വലിപ്പം കൂടുന്നു. അതായത് നോർമലി നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് ആയിട്ടില്ല, ഫസ്റ്റ് പ്രഗ്നൻസി ഒന്നും നിങ്ങൾക്ക് ആയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിന് ആ ചുറ്റുമുള്ള നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ചെറിയ സർക്കിൾ ആയിരിക്കും. ചെറിയ സർക്കിളിന് നടുക്കായിട്ട് നമുക്ക് കുഞ്ഞു നിപ്പിളും ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ, പ്രഗ്നൻസി നിങ്ങൾക്ക് ഓൾറെഡി ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ നിപ്പിളിന് ചുറ്റുമുള്ള കളറിന്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്കിലോട്ട് ആവുകയും അതിന്റെ സൈസ് ഒന്ന് വലുതാവുകയും ചെയ്യുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മാറ്റം, ഗ്രാജുവലി ആ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് പെട്ടെന്ന് തോന്നും. നമ്മളിപ്പോൾ ഒരു കുഞ്ഞി സർക്കിളാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ കുറച്ചൊന്ന് ഫീഡ് ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ ബോഡി പ്രിപ്പയർ ആവുന്നതിന്റെ ഭാഗമായിട്ട് കുറേയും കൂടി വലിയ സർക്കിളായിട്ട് അത് രൂപമാറ്റം ചെയ്യപ്പെടുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ആ ഒരു കുഞ്ഞ് ആ ഒരു ഫോം ആവുമല്ലോ, കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് സക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രന്ഥികളുടെയൊക്കെ പ്രവർത്തനം അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഒരു ചുറ്റുമുള്ള ആ ഒരു ഭാഗത്താണ്, അതായത് നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ഭാഗത്താണ്. അതുകൊണ്ടാണ് ആ ഭാഗത്തെ ആ ഒരു വലിപ്പം കുറച്ചും കൂടി ഒന്ന് സൈസ് എൻലാർജ് ആകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡെലിവറിയൊക്കെ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്നത് കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കുമ്പോഴേക്കും ആ നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗം ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് കുഞ്ഞിന്റെ വായിലോട്ട് വെച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത്. കാരണം കുഞ്ഞ് സക്ക് ചെയ്യുമ്പോഴേക്കും ആ ഭാഗത്ത് കൂടുതൽ ആ ഒരു സക്കിങ്ങിന്റെ എഫക്റ്റ് അവിടെ വരുമ്പോഴേക്കും ആ ഒരു പമ്പിങ് കൂടുതലായിട്ട് ബ്രസ്റ്റ് മിൽക്കിന്റെ പ്രൊഡക്ഷൻ അവിടെ കൂടുന്നു എന്നാണ് പറയുന്നത്. കൂടുന്നു എന്ന് പറയുന്നു എന്നല്ല, ശരിക്കും അപ്പോഴാണ് ആ ഒരു പ്രഷറും അതുപോലെ ആ ഒരു ബ്രസ്റ്റ് മിൽക്കിന്റെ പ്രൊഡക്ഷനും അവിടെ കൂടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആ ബ്രസ്റ്റ് മിൽക്കിന്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുമ്പോഴേക്കും അതിന്റെ ഗ്രന്ഥികളൊക്കെ ഒന്ന് എൻലാർജ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു സൈസ് കൂടുന്നതായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 6 വയസ്സുള്ള കുഞ്ഞിന് ഒരു വളയുടെ വലിപ്പം എത്രത്തോളം വേണമോ അത്രയും വലിയൊരു വട്ടത്തിലായിരിക്കും നമുക്ക് ചിലപ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, ഗ്രാജുവലി നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നന്റ് ആയതിന്റെ സൂചനയായിരിക്കും കേട്ടോ. രണ്ടാമതായിട്ട് വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ആ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഒരു സ്കിൻ ഒന്ന് അടർന്നു പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അതായത് നമുക്ക് ഇങ്ങനെ പൊളിച്ച് കളയാം, ഇങ്ങനെ മുരി പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക. നമ്മുടെ സ്കിന്നൊന്ന് പൊളിഞ്ഞു പോരുക, സ്കിന്നൊന്ന് പീൽ ചെയ്യുക. ഈ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആകുമ്പോഴേക്കും നമുക്ക് ആ ബ്രസ്റ്റും അതുപോലെ നമ്മളുടെ ശരീരവും ഒക്കെ പ്രഗ്നൻസി ഹോർമോൺസിന്റെ ജസ്റ്റ് ഒരു ഇൻക്രീസ് കൊണ്ട് ഡ്രൈ ആകുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് സ്കിന്നൊന്ന് ഡ്രൈ ആയി പോകും. ഇങ്ങനെ ഡ്രൈ ആവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിന്നിൽ പീലിംഗ് എഫക്റ്റ് ഉണ്ടാകും, അതായത് സ്കിന്ന് പൊളിയുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാകും. ഇപ്പൊ ഈ ഒരു മഞ്ഞുകാലമൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പലർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിന്നിൽ ഇങ്ങനെ മൊരി പിടിക്കുന്നത് പോലെ നമുക്ക് തോന്നുക, കാലിന്റെ പാദം ഒന്ന് വിണ്ട് കീറുന്നത് പോലെ നമുക്ക് തോന്നുക. സെയിം ഇതേ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്ന സമയത്തും പ്രഗ്നൻസി ആകുന്ന സമയത്തും നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പീലിംഗ് എഫക്റ്റ് വരുമ്പോഴേക്കും നമുക്ക് സ്കിൻ ഇങ്ങനെ വിട്ട് പൊളിഞ്ഞു പോരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. സ്കിന്ന് ഡ്രൈ ആവുന്നതോടൊപ്പം തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന എൻലാർജ്മെന്റ്, നമ്മുടെ സൈസ്, ബ്രസ്റ്റിന്റെ സൈസ് ഒന്ന് വളരുന്നത് മൂലവും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാം. എസ്പെഷ്യലി നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത് ബ്രസ്റ്റിന് ആ ഒരു മുകളിലുള്ള ഭാഗത്തായിരിക്കും ഈ ഒരു പീലിംഗ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്കിന്ന്
ഒന്ന് ഓയിലിട്ടിട്ട്, അതായത് നമ്മുടെ ബ്രസ്റ്റിന്റെ സ്കിന്നെ നല്ലതുപോലെ ഒന്ന് ഓയിലിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും സ്കിന്ന് ഡ്രൈ ആവുന്നത് ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 മാറ്റങ്ങളാണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ബ്രസ്റ്റിൽ കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. ഇത് കൂടാതെ ഒരുപാട് മാറ്റങ്ങളും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകാം. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നുണ്ടെങ്കിൽ ശരീരം നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിന് അഡീഷണൽ ഒന്ന് കെയർ കൊടുക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ടെൻഷനൊന്നും ആകാതെ ഇത് പ്രഗ്നൻസിയുടേതാണോ അല്ലയോ എന്ന് വിചാരിച്ച് ടെൻഷനൊന്നും ആകാതെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. നട്ട്സ് ധാരാളം കഴിക്കുക. ധാരാളം കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും ഓരോ ദിവസവും കഴിക്കാമെന്നാട്ടോ ഉദ്ദേശിച്ചത്. ഒരുപാടെടുത്ത് ഒരു ദിവസം കഴിക്കാന്നല്ല, കുറച്ച് അളവിലെടുത്ത് ഒരു ദിവസം കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. ശരീരത്തിന് എത്രത്തോളം റെസ്റ്റ് വേണമെന്ന് തോന്നുമോ അത്രയും സമയം നിങ്ങൾ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വന്നാലും നിങ്ങൾക്ക് പ്രഗ്നൻസിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ബ്ലീഡിങ് നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേർക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ് വന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.